കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി നമ്മളുടെ എല്ലാം ഡിവൈസുകൾ റൺ ചെയ്യുന്ന ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് 17.2.1 എന്നുള്ളത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 17.2.1ൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത്. അതിൽ ഈ ഡിവൈസുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൽ ബാറ്ററി ട്രെയിനിങ് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ബാറ്ററി ട്രെയിനിങ്, ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പിംഗ്, എസ്പെഷ്യലി ഐഫോൺ 15 ഡിവൈസുകളിൽ, 14 ഡിവൈസുകളിലെല്ലാം. ഇതോടൊപ്പം ഫേസ് ചെയ്തിട്ടുള്ള ബഗ്ഗുകൾ, ഈ പറഞ്ഞ എല്ലാ പ്രോബ്ലത്തിനുമുള്ള സൊല്യൂഷൻസ്, പല റെമഡീസ് ഉണ്ട്. ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന സൊല്യൂഷൻസ്, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതുപോലെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പല സ്ഥലങ്ങളിൽ നിന്ന് മിസ്ലീഡിംഗ് ആയിട്ടുള്ള പല ഇൻഫർമേഷൻസും നമ്മൾ ഐഫോൺ യൂസേഴ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നു കൂടുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ആപ്പിൾ അക്കൗണ്ട് ഇവിടെ നിങ്ങൾ കാണാം ഗ്രേ ഔട്ട് ആയിട്ട് കിടക്കുവാണ്, നമുക്കത് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ സെറ്റിങ്സിൽ തന്നെയുള്ള മറ്റൊരു ഓപ്ഷനാണ് പാസ്കോഡ് ആൻഡ് ഫേസ് ഐ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. അത് രണ്ടും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ കാണാം ഫേസ് ഐ ഡി ആൻഡ് പാസ്കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം ആളുകൾ മെസ്സേജായിട്ട് ചോദിച്ചൊരു കാര്യമാണ്, എനിക്ക് അപ്ഡേറ്റിന് ശേഷം, ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട് എന്നുള്ള കാര്യം. സോ ഇത് അപ്ഡേറ്റിൻ്റെ പ്രോബ്ലം ആണോ അതോ നമ്മൾ മാറ്റിയിട്ടേക്കുന്ന ഒരു സെറ്റിങ്സിൻ്റെ പ്രോബ്ലം ആണോ എന്നുള്ളത് പല ആളുകൾക്കും മനസ്സിലാകുന്നില്ല. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, ഫോണിൽ എന്ത് സംഭവിച്ചാലും ഇതെല്ലാം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടുണ്ടാകുന്നതാണ് എന്നുള്ളൊരു വിശ്വാസമാണ് പല ആളുകളിലേക്കും. ഇപ്പം എങ്ങനെയാണെന്നറിയത്തില്ല, മിസ്ലീഡിംഗ് ആയിട്ടുള്ള പല സ്ഥലത്തു നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ കൊണ്ടാകാം ആളുകൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇപ്പം അവരുടെ മനസ്സിലേക്ക് വന്നേക്കുവാണ്. സോ ഇപ്പം ഈ കണ്ട സംഭവം പോലും ഇത് നമ്മളുടെ യൂസർ എററാണ്. സോ യൂസർ ഉണ്ടാക്കിയേക്കുന്ന ഒരു ചേഞ്ച് കൊണ്ട് വന്നേക്കുന്ന മാറ്റമാണ്, അല്ലാതെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അല്ല. സോ അതിനുവേണ്ടി നിങ്ങൾ സെറ്റിങ്സിൻ്റെ സ്ക്രീൻ ടൈം ഓപ്ഷനിൽ നിങ്ങൾ ഏറ്റവും താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടന്റ് ആൻഡ് പ്രൈവസി റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലെ ഏറ്റവും താഴത്തെ രണ്ട് ഓപ്ഷൻസ്, പാസ്കോഡ് ചേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ നോട്ട് അലൗ ആണ് കൊടുത്തേക്കുന്നെങ്കിൽ അത് അലൗ ആക്കുക. ഇത് അലൗ ആക്കുക. അതോടൊപ്പം അക്കൗണ്ട് ചേഞ്ചസ് എന്ന ഓപ്ഷൻ നിങ്ങൾ അലൗ ആക്കുക. ഇത് രണ്ടും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ പറഞ്ഞ രണ്ട് സംഭവങ്ങളും, അതിപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കില്ല. ജസ്റ്റ് ഞാനത് ക്ലോസ് ചെയ്യാം. വീണ്ടും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണാം അക്കൗണ്ട് ആക്സസ് ചെയ്യാം. താഴെ നമുക്ക് ആ ഒരു ഫേസ് ഐ ഡി ആൻഡ് പാസ്കോഡ് എന്ന ഈ ഒരു ഓപ്ഷനും കാണാൻ സാധിക്കും. സോ ഇത് നമ്മൾ യൂസർ മാറ്റിയിട്ടേക്കുന്ന ഒരു സെറ്റിങ്സ് കൊണ്ടാണ് നമുക്കിത് സംഭവിച്ചത്, അല്ല സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടല്ല. സോ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. പലയിടത്തും കിട്ടുന്ന റോങ് ഇൻഫർമേഷനാണ് ഇതിനുള്ള കാര്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സ്വയമേ നമ്മളത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഫേക്ക് ആയിട്ടുള്ള പല റൂമേഴ്സിനും കാര്യങ്ങൾക്കും നിങ്ങൾ ചെവി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇതിലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി ഹെൽത്ത്, ബാറ്ററി ട്രെയിനിങ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. കാരണം ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് വന്നൊരു കാര്യമാണ് ബാറ്ററി ട്രെയിനിങ്, ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ചെയ്യുന്ന കാര്യം. സോ ബാറ്ററി ട്രെയിനിങ് ഐഫോൺ 15 പ്രോയിൽ മോശമല്ലാത്തൊരു ഡീസൻറ്റ് ബാറ്ററി പെർഫോമൻസ് നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഡിവൈസുകളിൽ നിങ്ങൾക്ക് ബാറ്ററി ട്രെയിനിങ് ഇപ്പോഴും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ മറ്റ് ചില റീസൺസ് ഉണ്ടാകാം. അതിൽ ഞാൻ പറഞ്ഞു തരുന്ന, ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന ചില സൊല്യൂഷൻസ് ഉണ്ട്. അതിൽ ചില സെറ്റിങ്സ് നമ്മൾ ഡിസേബിൾ ചെയ്യേണ്ടി വരും. ഈ സെറ്റിങ്സ് ഡിസേബിൾ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഡിവൈസിൽ നമ്മൾ എസെൻഷ്യലായിട്ട് കീപ്പ് ചെയ്യേണ്ട ഫീച്ചേഴ്സോ ഓപ്ഷൻസോ ഒന്നും അല്ല ഡിസേബിൾ ചെയ്യുന്നത്. നമുക്ക് അനാവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് അത്ര ആവശ്യമില്ലാത്ത ഏതാനും ചില ഓപ്ഷൻസാണ് നമ്മൾ ഡിസേബിൾ ചെയ്യുന്നത്. സോ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം 17.2 അപ്ഡേറ്റിന് ശേഷം നമുക്ക് ലഭിച്ചൊരു ഫീച്ചറാണ് ഈ ഒരു ജേണൽ ആപ്പ്. സോ നിങ്ങൾ ജേണൽ ആപ്പ് യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾ എനേബിളൊക്കെ ചെയ്തിട്ടുള്ള അതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. സോ ഈ ബാറ്ററി ട്രെയിനിങ് ഉണ്ടാകുന്നതിൻ്റെ പുറകിലുള്ള നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാത്ത, മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് ആണ്. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ അറിയാതെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഫെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡേറ്റ ഫെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ കുറേ നമുക്ക് റിസോഴ്സുകൾ അല്ലെങ്കിൽ ബാറ്ററി നഷ്ടപ്പെടാം. സോ അത് ഡേ ടു ഡേ ലൈഫിലേക്ക് വരുമ്പോൾ അത് നമുക്ക് വളരെ സീരിയസ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതിന് ആദ്യം തന്നെ സെറ്റിങ്സിൽ പോവുക. അതിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷനിൽ ഏറ്റവും താഴത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ജേണൽ എന്ന് പറയുന്ന ജേണൽ സജഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ ജേണൽ ആപ്പ് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഓപ്ഷൻസ് എല്ലാം ഡിസേബിൾ ചെയ്ത് തരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ധാരാളം ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ്, ഡേറ്റ ഫെച്ചിങ് കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമ്മുടെ ബാറ്ററി ട്രെയിൻ ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിലെ രണ്ടാമത്തെ കാര്യമാണ് ആപ്പ് പ്രൈവസി റിപ്പോർട്ട്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഡിസേബിൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത്ര ഇത് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഡിസേബിൾ ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇത് എനേബിൾ ചെയ്ത് വെക്കാം. സോ ഈ ഒരു ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിലും നമുക്ക് കാണാം ബാക്ക്ഗ്രൗണ്ടിൽ കുറേ കാര്യങ്ങളൊക്കെ ഫെച്ച് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബാറ്ററി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അതും നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാം. മൂന്നാമത്തെ കാര്യം ലൊക്കേഷൻ സർവീസസ് എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ ഓപ്ഷൻ നിങ്ങൾ ഡിസേബിൾ ചെയ്താൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ ഹയർ എമൗണ്ട് ഓഫ് ബാറ്ററി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ
ഇത് നമ്മുടെ പ്രൈവസി ഡിവൈസിൻ്റെ സെക്യൂരിറ്റിനെല്ലാം ബാധിക്കും എന്നുള്ളതുകൊണ്ട് അത് ഒരു ഫീച്ചറോ അല്ലെങ്കിൽ അതൊരു ഓപ്ഷനോ അല്ല. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ലൊക്കേഷൻ സർവീസസ് എനേബിൾ ചെയ്ത് യൂസ് ചെയ്യാൻ തന്നെയാണ്. അത് ഡിസേബിൾ ചെയ്ത് യൂസ് ചെയ്താൽ നമുക്ക് ഇൻ കേസ് ഓഫ് നമ്മുടെ ഡിവൈസ് നമ്മൾ സ്റ്റോളൺ ആവുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ചെയ്താൽ നമുക്ക് ഫൈൻഡ് മൈ ഉപയോഗിച്ച് ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ആണെങ്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് താഴത്തേക്ക് പോവുകയാണെന്നെങ്കിൽ മറ്റ് ചില ഓപ്ഷൻസ്, അതായത് ഇതിൽ കൊടുത്തേക്കുന്ന ആപ്ലിക്കേഷൻസ്, ഈ ആപ്ലിക്കേഷൻസിൽ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ആപ്ലിക്കേഷൻസ് മാത്രം നിങ്ങൾ വൈൽ യൂസിങ്ങിൻ്റെ ഈ ഒരു ലൊക്കേഷൻ്റെ ഓപ്ഷൻ കൊടുക്കുക. അതോടൊപ്പം പ്രിസൈസ് ലൊക്കേഷൻ ഓപ്ഷൻസ് ഒക്കെ എനേബിൾ ചെയ്യുക. അല്ലാത്തതിന് നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. നിങ്ങൾ ഈ ഒരു നെവർ കൊടുത്ത് ആപ്ലിക്കേഷൻ ലൊക്കേഷൻ ഫെച്ച് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക. ഇവിടെ ഏറ്റവും താഴെ നിങ്ങൾക്ക് സിസ്റ്റം സർവീസസ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ പോവുക. അവിടെ നിങ്ങൾ ഈ കാണുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഡിസേബിൾ ചെയ്യും. ഇപ്പം അലേർട്ട്സ് ആൻഡ് ഷോർട്ട് കട്ട്, ആപ്പിൾ പേ നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാം. പിന്നെ ഉള്ളത് സാറ്റലൈറ്റ് കണക്ഷൻ, സജഷൻ ആൻഡ് സെർച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. സിഗ്നിഫിക്കൻറ്റ് ലൊക്കേഷൻസ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. ഇത് നിങ്ങൾ ടേൺ ഓഫ് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ ഏറ്റവും താഴെയുള്ള ഐഫോൺ അനാലിറ്റിക്സ്, ഈ പറഞ്ഞ 3 ഓപ്ഷൻസും നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഐഫോൺ 15 പ്രോ 14 പ്രോ ഡിവൈസുകൾ യൂസേഴ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്ന ഈ ഒരു ഓപ്ഷൻ, സെറ്റിംഗ്സിൽ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ പോയി കഴിഞ്ഞാൽ ഷോ വാൾപേപ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതായത് നമ്മളുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഐഫോണിൽ വർക്ക് ചെയ്യുന്ന ഈ രീതിയിലാണ് നമുക്ക് വാൾപേപ്പറും കാണാൻ സാധിക്കും. സോ നിങ്ങൾ ഈ ഒരു വാൾപേപ്പർ, ഇവിടെ ഷോ വാൾപേപ്പർ നിങ്ങൾ ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഇത് ഡിസേബിൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നോർമലിയിലുള്ളതിനേക്കാൾ കുറച്ചും കൂടെ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നതും ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ സെറ്റിങ്സ് നിങ്ങൾ ഇതുപോലെ ഏത് ഡിവൈസ് ആയിക്കോട്ടെ, 11, 12, 13 ഏതും ആയിക്കോട്ടെ, നിങ്ങൾ ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ്, ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാൻ സാധിക്കും. ഇതൊന്നും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ ഡിസേബിൾ ചെയ്തേക്കുന്നത്, വീണ്ടും പറയുവാണ്. ഇനി ഇവിടെ ഞാൻ മെൻഷൻ ചെയ്ത ഈ സെറ്റിങ്സിന് പുറമെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സെറ്റിങ്സിൽ റീസെറ്റ് ഓൾ സെറ്റിങ്സ് എന്ന ഓപ്ഷനാണ്. അതായത് നിങ്ങൾക്ക് ബാറ്ററി ഡ്രെയിനിങ്, അതോടൊപ്പം ഡിവൈസ് ബാറ്ററി ഹീറ്റ് ആകുന്നു. ഹീറ്റ് എന്ന് പറയുന്ന ഒരു ഒറ്റ കാര്യമാണ് നമ്മുടെ ബാറ്ററി ഹെൽത്തിനെ കുറയ്ക്കുന്ന, ബാറ്ററി ഹെൽത്ത് റിഡ്യൂസ് ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഡിവൈസിൻ്റെ ബാറ്ററി ഹീറ്റ് ആകുന്നതാണ്. സോ ഹീറ്റിനെ മാക്സിമം റിഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കി നിങ്ങൾ ചാർജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അത് ചില സാഹചര്യങ്ങളിൽ, ഇപ്പം ഇൻഡെക്സിങ്, ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും അനാവശ്യമായുള്ള പ്രോഗ്രാം റൺ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡെക്സിങ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്തൊക്കെ ഡിവൈസ് ഹീറ്റ് ആകുന്നത് നോർമലാണ്. അതോടൊപ്പം റൂം ടെമ്പറേച്ചർ, നമ്മൾ ചാർജ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തെ ടെമ്പറേച്ചർ, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തും നമ്മളുടെ ഡിവൈസ് ഹീറ്റ് ആകാനും ഹീറ്റ് ആകാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളതാണ് റീസെറ്റ് ഓപ്ഷനിൽ റീസെറ്റ് ഓൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ. ഇതും നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനിയാണ് ഇതിലെ ബാറ്ററി ഹെൽത്ത്. ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഐഫോൺ 15 പ്രോയിൽ നമ്മൾ ഈ ഒരു അവസാനത്തെ അപ്ഡേറ്റിന് ശേഷം, ഞാൻ അപ്ഡേറ്റ് ചെയ്ത് ഒരാഴ്ചയോളം ഞാൻ നോക്കിയായിരുന്നു, എനിക്ക് ബാറ്ററി ഹെൽത്തിൽ യാതൊരു ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ വളരെ റീസെൻ്റ്ലി നമ്മുടെ ഡിവൈസിൻ്റെ ബാറ്ററി 99% മാറിയിട്ടുണ്ട്. സോ ഇപ്പം ഐഫോൺ 15 പ്രോയിൽ ഈ കഴിഞ്ഞ 3-3.5 മാസത്തെ യൂസേജിനുള്ളിൽ 15 പ്രോയുടെ ബാറ്ററി ഹെൽത്ത് 99% ആയിട്ടുണ്ട്. സോ 3 മാസം ഈ ഒരു ടൈം പീരീഡിലൊക്കെ നമ്മുടെ ബാറ്ററി ഹെൽത്ത് ഡീഗ്രേഡ് ചെയ്യുക എന്നുള്ളത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ ഡിവൈസിൻ്റെ യൂസേജ് അനുസരിച്ച് അത് വേരി ചെയ്യും. ഇനി ഐഫോൺ 11 കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്, ഐഫോൺ 11 ബാറ്ററി ഹെൽത്ത്, ബാറ്ററിയുടെ ഓപ്ഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് 84% ആണ്. സോ 84% എന്ന് പറയുന്നതൊന്നും നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അപ് ടു 75% വരെ, 74-75% വരെ നമ്മുടെ ഡിവൈസ് ബാറ്ററി ഒന്നും റീപ്ലേസ് ചെയ്യാതെ തന്നെ നമുക്ക് സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇതൊരു 3-3.5 വർഷമായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇതൊരു മോശമല്ലാത്തൊരു നമ്പർ തന്നെയാണ് ഐഫോൺ 11. ഇനി ഐഫോൺ 12 വരുമ്പോൾ ഐഫോൺ 12 ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്കിവിടെ ചെക്ക് ചെയ്യാം. 87% ആണ് ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. ഇതും അത്ര മോശമല്ല. സോ ഇതും ഈ ഒരു ഐഫോൺ 12 യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷത്തോളമായി. യൂസേഴ്സിൻ്റെ ആ ഡിഫറൻസ് അനുസരിച്ച് നമുക്ക് ആ ഒരു ബാറ്ററി ഹെൽത്തിൽ ഞാൻ പറഞ്ഞ പോലെ വേരിയേഷൻസ് സംഭവിക്കാം. ഇനി ഇവിടെ ഐഫോൺ 15 പ്രോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചുതരാം. അതായത് നമ്മൾ 15 സീരീസ് മുതൽ നമുക്കറിയാം നമുക്ക് ബാറ്ററി സൈക്കിൾ കൗണ്ടുകളൊക്കെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അതുവേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഷോർട്ട് കട്ട്സ് ഒന്നും റൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ, എബൌട്ട് ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാറ്ററി സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ 120 ഇപ്പോഴത്തെ എൻ്റെ ബാറ്ററി സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത്. യൂസ് ചെയ്യാൻ തുടങ്ങിയത് സെപ്റ്റംബറിലാണ്. സോ അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതുമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 3 മാസത്തെ ആ ടൈം ഗ്യാപ്പിനുള്ളിൽ ബാറ്ററി ഹെൽത്ത് ഡീഗ്രേഡ് ചെയ്യുന്നതൊന്നും അത്ര കുഴപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഏതാനും ദിവസങ്ങളുടെ യൂസേജിനുള്ളിൽ ബാറ്ററി ഹെൽത്ത് ഡീഗ്രേഡ് ആകുന്നുണ്ടെങ്കിൽ
അത് നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ആപ്പിളിൻ്റെ സർവീസ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെടുക, അവരോട് കാര്യം പറയുക. വളരെ ചുരുക്കം ദിവസങ്ങൾക്കുള്ളിലാണ് ബാറ്ററി ഹെൽത്ത് ഡീഗ്രേഡ് ആയത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് അതൊരു എക്സാമിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാനും ഇനി ബാറ്ററിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. സോ അങ്ങനെ പ്രോബ്ലം ഫേസ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ആ ഒരു മാർഗം സ്വീകരിക്കാവുന്നതാണ്. പിന്നീട് ഓവറോൾ ഡിവൈസ് പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് എല്ലാ ഡിവൈസുകളിലും നമുക്ക് iOS 17.2.1 എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേറ്റ് തരുന്നത്. എനിക്ക് ഇതുവരെ അങ്ങനെ വലിയ പ്രോബ്ലംസ് ഓവറോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വന്നിട്ടില്ല. എന്നാൽ 2-3 തവണ ഞാൻ ഫേസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ iPhone 15 Proയിൽ ചില ആപ്ലിക്കേഷൻ, അത് ചിലപ്പം ആപ്ലിക്കേഷൻ്റെ ബഗ്ഗാകാം, കാരണം ഡിവൈസ് മൊത്തത്തിൽ ഫ്രീസ് ആയിട്ടൊന്നുമില്ല. അതായത് ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചപ്പോൾ അതോടൊപ്പം യൂട്യൂബ് ഒരു പ്രാവശ്യം ഉപയോഗിച്ചപ്പം ആ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്, ഒരു പ്രാവശ്യം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ സ്റ്റോറി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി അത് ഫ്രീസായി, ആപ്പ് മാത്രം ഫ്രീസായി. അപ്പോൾ ഞാനിത് നമ്മുടെ ആപ്പ് സ്വിച്ചറിലേക്ക് പോയിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് ക്ലോസ് ചെയ്ത് കളയുമായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ യൂട്യൂബിലും അതേ ഒരു യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരു സംഭവം സംഭവിച്ചു. അതും ഞാൻ അങ്ങനെ ക്ലോസ് ചെയ്യുമായിരുന്നു ചെയ്തത്. സോ അതുകൊണ്ട് നിങ്ങളുടെ ആപ്സ് എല്ലാം പ്രോപ്പറായിട്ട് അപ് ടു ഡേറ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. പിന്നീട് ഇതിൽ ഞാൻ ഫേസ് ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോൾ വന്ന സമയത്ത് ഒരൊറ്റ തവണ നമുക്ക് ആ ഒരു സ്ലൈഡ് ചെയ്ത് അൺലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാതെ ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പം ഞാൻ ഈ ഒരു പവർ ബട്ടണിൽ മൾട്ടിപ്പിൾ ടൈം പ്രസ് ചെയ്ത് കോൾ കട്ടാവുകയാണ് ചെയ്തത്. സോ അങ്ങനെ ഒരു പ്രാവശ്യം ഫ്രീസായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് 17.2.1 അപ്ഡേറ്റിനെ പറ്റിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതിലെന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി അവിടെ നിന്നൊന്നും ഹെൽപ്പ് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. മാക്സിമം ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.